പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായ്ക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ, പരിശുദ്ധമായ ഈ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് വചനം കേൾപ്പാനും പ്രാർത്ഥിക്കുവാനും സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ഈ പരിശുദ്ധമായ സമയത്തെയും അവസരത്തെയും ഓർത്ത് നമുക്ക് നമ്മുടെ കർത്താവോട് നന്ദി പറയാം. നമ്മെ സൃഷ്ടിച്ച അല്ലെങ്കിൽ നാം പുറപ്പെട്ടു പോന്ന നമ്മുടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ചേർന്ന് നമുക്ക് ഇരിക്കാൻ കഴിയുന്ന ദിവ്യ സമയമാണ് പ്രാർത്ഥനാ നേരം. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിന്റെ വലിയ തേജസ്സും ദൈവത്തിന്റെ വലിയ സ്നേഹവും കരുണയും ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ ഇടവരട്ടെ. വിവിധങ്ങളായ പ്രയാസങ്ങളോടും ഭാരങ്ങളോടും ബുദ്ധിമുട്ടുകളോടും കൂടെയാണ് ദൈവമക്കൾ പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുന്നത്. എന്നാൽ ആ പ്രയാസങ്ങളിലും വേദനകളിലും യേശുവിന്റെ സ്നേഹം വരികയാണ്. കർത്താവിന്റെ വലിയ കരുണ വ്യാപരിക്കുകയാണ്. ഇന്നും ഏത് സമയത്താണോ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ദൈവം നിങ്ങളെ തൊടട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടും വിനയത്തോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ സ്തുതിമുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തിനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തുമറിയമേ, തമ്പുരാനെ പറ്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവത്തിന്റെ തിരുസന്നിധിയിലും അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് ചേർന്ന് പാടാം. ദൈവത്തെ സ്തുതിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു വരുവാനും ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിറയുവാനും ആത്മാവിന്റെ
ശക്തിയിൽ ജീവിക്കുവാൻ, എല്ലാ മഹത്വവും മാനവും അവന് കൊടുക്കുവാൻ, അവന്റെ നാമത്തെ ഉയർത്തുവാൻ, പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ സ്വീകരിക്കുവാൻ, ദൈവത്തെ സ്തുതിച്ചു മുന്നോട്ട് പോകുവാൻ, കർത്താവിന്റെ ശുശ്രൂഷയോട്, ദൈവവചന പ്രഘോഷണത്തോടും വചന ശുശ്രൂഷയോടും ദൈവിക വേലയോടും ചേരുവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ പ്രവേശിച്ച് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിൽ ജീവിക്കുവാൻ ദൈവമക്കളെ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചും എല്ലാ മഹത്വവും മാനവും അവന് കൊടുത്തിങ്ങനെ ചേർന്ന് പാടാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയരേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ ദൈവമേ. തിരുനാമമുയർന്നിടട്ടെ, സ്നേഹത്തിലൂടെ എല്ലാം ചെയ്യുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം കാണുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയരേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയരേ. തിരുനാമമുയർന്നിടട്ടെ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ പകരണമേ, ആത്മദായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കായി, എല്ലാം അങ്ങേ മഹത്വത്തിനായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. ശിരസ്സുകളെ നമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി ഈ സമയം, ഏത് നേരത്ത്, ഏത് കാലത്ത്, പകൽ നേരത്തോ ഏത് സമയത്തോ അങ്ങയുടെ മക്കൾ ഈ തിരുവചനം കേൾക്കാനിരിക്കുമ്പോൾ
അങ്ങ് ആകർഷിച്ച് വന്നവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ കഴിയുന്നതിനോട് ഞങ്ങൾ ഇങ്ങനെ സമം വയ്ക്കുന്നു. നീ ഞങ്ങളെ കണ്ടിരിക്കുന്നു, നീ ഞങ്ങളെ കൈവിട്ടിട്ടില്ല. ഞങ്ങളുടെ അകൃത്യങ്ങളിൽ, ഞങ്ങളുടെ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ ഈ നിമിഷത്തിന് ഞങ്ങൾ കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സ്വർഗീയമായ തേജസ്സും ദൈവികമായ കരുണയും ഇപ്പോൾ നാഥ ഞങ്ങളിൽ വ്യാപരിക്കണമേ. മാനസാന്തരപ്പെടുവാൻ പരിശുദ്ധമായ അഭിഷേകം ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് നൽകണമേ. അങ്ങയിൽ ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിയായി, അനുഗ്രഹിക്കപ്പെട്ടവനായി, വിശുദ്ധീകരിക്കപ്പെട്ടവരായി, ഏറെ കൃപയോടും കരുണയോടും ജീവിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. കർത്താവേ, ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, അന്ധകാരം മാറ്റിക്കളയണമേ, ശാപങ്ങൾ മാറ്റണമേ, ആത്മാക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം വരുവാൻ, യേശുവിന്റെ രക്തത്തിൽ അഭിഷേകം ഇറങ്ങുവാൻ, ദൈവ തേജസ് കൊണ്ട് നിറയുവാൻ, കരുണ കൊണ്ട് നിറയുവാൻ, വിശുദ്ധരായി മാറുവാൻ, രൂപാന്തരപ്പെടുവാൻ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്ക അരുത്. ഹല്ലേലൂയ. എല്ലാവരും വലിയ ഭയത്തോടുകൂടെ കാണുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇത്. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. അതിന്റെ അർത്ഥം ഈ ലോകത്ത് ജീവിക്കരുത് എന്നാണോ? ഒരിക്കലുമല്ല. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, പിതാവേ, ഇവരെ ഇവിടുന്ന് എടുക്കണമെന്നല്ല, ഞാനും നീയും ഒന്നായിരുന്നത് പോലെ നമ്മിൽ ഇവരൊന്നാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് തമ്പുരാൻ പറഞ്ഞത്. ഇപ്പൊ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാല്, പ്രിയപ്പെട്ടവരെയും, നാം ഒരു വേർപാടിന്റെ ജീവിതം നയിക്കണം എന്നുള്ളതാണ് അർത്ഥം. യേശുവിലായി ത്രിയേക ദൈവത്തോട് സമ്മേളിച്ച് ഒരു ദൈവ പൈതലായി ഒരു വിശുദ്ധ ജീവിതം നയിക്കുക, അതാണ് ദൈവ ഇഷ്ടമെന്നാണ് വചനം പറയുന്നു. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. വിശുദ്ധി കൂടാതെ, ഹൃദയശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തെ കാണാത്ത ഒരു മനുഷ്യൻ അന്ധകാരത്തിൽ നടക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം, യേശു വെളിച്ചമാണ്. ആ വെളിച്ചം ലോകത്ത് വന്നു. ആ കർത്താവിൽ വളരാത്ത വ്യക്തി അന്ധകാരത്തിലൂടെ നടക്കുകയാണ്. അന്ധകാരത്തിൽ നടക്കുന്ന മനുഷ്യൻ ഇടറി വീഴാൻ ഇടവരും. ഇടറി വീഴുന്ന മനുഷ്യൻ നിരാശയിലും സങ്കടത്തിലും ഭാരത്തിലും നൊമ്പരത്തിലും ബന്ധനങ്ങളിലും കെട്ടുകളിലും ശാപങ്ങളിലും അകപ്പെട്ടു പോകുന്നു. അങ്ങനെ അകപ്പെട്ടു പോകുന്ന മനുഷ്യൻ വലിയ സങ്കടത്തോടും പ്രാണവേദനയോടും കൂടെ ഈ ലോകത്ത് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ നോക്കിയിട്ടാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വരുന്നവർക്ക് ആ ആശ്വാസം കിട്ടുന്നു. പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് റൂത്തിനെ കാണാനായിട്ട് കഴിയും. റൂത്ത് തന്റെ അമ്മായി അമ്മയോട് ചേർന്നിരിക്കുകയാണ്. അമ്മായി അമ്മ റൂത്തിനോടും തന്റെ സഹോദരി, അതായത് തന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ ഭാര്യയായവളോടും, ഓർപ്പ, അവരോട് പോകുവാൻ നവോമിയായ
അമ്മായിയമ്മ ആവശ്യപ്പെട്ടപ്പോൾ രൂത്ത് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധേയമാണ്. എനിക്ക് നിന്നെ വിട്ടു മാറണ്ട, എനിക്ക് നിന്റെ ദൈവത്തെ മതി, നിന്റെ ദൈവമാണ് എന്റെ ദൈവം. ജീവിതത്തില് വരാൻ ഉള്ള എല്ലാ വിധത്തിലുമുള്ള സൗഭാഗ്യങ്ങളെയും മാറ്റി നിർത്തിയിട്ട് രൂത്ത് നവോമിയോടൊപ്പം നവോമിയുടെ ദൈവത്തോട് ചേരാൻ ആഗ്രഹിച്ചു. അത് ആശ്വാസത്തിന് കാരണമാകുകയാണ്. അവളുടെ ജീവിതഗതി മാറുകയാണ്. അവൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്കും കർത്താവിന്റെ വംശാവലിയുടെ ഭാഗമാകുകയൊക്കെ ചെയ്യുമ്പോൾ ആശ്വാസം എപ്രകാരം വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമാകുകയാണ്. മോശ ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്ന പേരുപേക്ഷിച്ച്, പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന, പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന പേരുപേക്ഷിച്ച് തന്റെ ജനത്തോടൊപ്പം കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ തിരഞ്ഞെടുത്തപ്പോഴും അവൻ കണ്ടെത്തിയത് ആശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ലേഖനം പറഞ്ഞത്, പൂർത്തി വരുത്തുന്ന ക്രിസ്തുവിനെ നോക്കി ഓടുക, അവനിലൂടെ മാത്രമാണ് രക്ഷയുള്ളത്. ലോകത്ത് എവിടെ പോയാലും ഏത് സ്ഥലത്ത് നിന്നാലും യാതൊരു പ്രയോജനം കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. ആ ഒരു സമ്മേളനം, ആ ദൈവവുമായിട്ടുള്ള ബന്ധം, ആ ദൈവവുമായിട്ടുള്ള കൂടിച്ചേരല്, അതാണ് സ്വർഗസ്ഥനായ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ ലോകത്ത് യേശുവിന്റെ മകനായി ജീവിക്കണം. ഹല്ലേലൂയ. മനുഷ്യന് ഒന്നെങ്കിൽ സാത്താനോട് ചേരാം, അല്ലെങ്കിൽ ദൈവത്തോട് ചേരാം. മനുഷ്യൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സാത്താനോട് ചേരാനാണ്. എന്തുകൊണ്ടെന്നാൽ സാത്താന്റെ പ്രേരണശക്തിയുള്ള ഒരുപാട് ആത്മാക്കള് ചുറ്റുപാടും നടക്കുന്നത് കൊണ്ട് സാത്താനോട് ചേരുവാൻ ആളുകൾ ഇഷ്ടപ്പെടുകയാണ്. മനുഷ്യർ ഇങ്ങനെ നിമിഷം പ്രതി തെറ്റിപ്പോയി സാത്താനോട് ചേരുന്നത് കണ്ടിട്ട്, മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടിട്ട് ഒരു റീയൂണിയൻ, ദൈവവുമായിട്ടുള്ള റിക്കൺസിലിയേഷൻ അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ, അതെല്ലാം നടപ്പിലാക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതിയാണ് സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. നാം യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ ആ റീയൂണിയൻ സാധ്യമാകുകയാണ്. ഏത് യൂണിയനാണ്? നാം തകർക്കപ്പെട്ടു പോയ, അല്ലെങ്കിൽ നാം തെറ്റിവന്ന ആ സ്വർഗീയമായ ബന്ധത്തിലേക്ക് നമ്മെ തന്നെ പുനഃസ്ഥാപിക്കുകയും ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിലൂടെ. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ അത് സാധ്യമാകുന്നില്ല. ക്രിസ്തുവിനെ മാറ്റി നിർത്തി ചിന്തിക്കുന്ന എന്തോ അതെല്ലാം സാത്താന്റെ ആത്മാവിനാൽ പരീക്ഷിക്കപ്പെടുന്നതാണെന്ന് ഓർത്തുകൊള്ളുക. ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് മാത്രമല്ല, അവനിലൂടെ മാത്രമാണ് ദൈവരാജ്യത്തിന്റെ സൗന്ദര്യം അനുഭവിക്കാൻ കഴിയുന്നത്. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിയപ്പെട്ടവരെയും നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് വസിക്കുകയല്ല, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ തന്നെ ദേവാലയമാക്കി മാറ്റുവാൻ, നാം വിശുദ്ധനായി മാറുവാൻ, നാം ഒരു വേർപാടിന്റെ ജീവിതത്തിൽ വരുവാൻ, നാം ഒരു അനുഗ്രഹത്തിന്റെ ജീവിതത്തിൽ വരുവാൻ, നാം ഒരു കൃപയുടെ ജീവിതത്തിൽ വരുവാൻ ഇതാ ദൈവം നമ്മെ അനുഗ്രഹിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം, കർത്താവിനെ നമുക്ക് മഹത്വീകരിക്കാം. എന്തുകൊണ്ടോ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശക്തമായി ഇപ്പോൾ വ്യാപരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വലിയ ഒരു ഉദ്ദേശമാണ്, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്, നിങ്ങൾ ലോകക്കാരോടൊപ്പം ഇരിക്കരുത്, നിങ്ങൾക്കൊരു വേർപാട് വേണം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. യേശുവിന്റെ മക്കളായി വേർപാട് വരുമ്പോൾ സംഭവിക്കുമെന്ന് നാം പറഞ്ഞല്ലോ. ഇനി ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കൂ, അതിന് മുകളില് അതിനൊരു വഴി കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ശക്തരാകയിലും ദൈവവചനം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ലോകത്തെ ജയിക്കുന്ന ജയം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഇങ്ങനെയാണ്, നിങ്ങൾ ബാലിക്കാരെ നിങ്ങൾ ശക്തരാകയാലും. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ജയിക്കുവാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. എന്ത് ശക്തിയാണ്? വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ
കുതിച്ചുയരുന്ന ഒരു അനുഭവം ഉണ്ടാകും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഉയരത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി പോകും. ഹല്ലേലൂയ. ശക്തി വ്യാപരിച്ചപ്പോൾ എല്ലാവരും കുതിച്ചുയർന്നു. എല്ലാവരും ശുശ്രൂഷ നൽവരമുള്ളവരായി ദൈവവേലയും ദൈവരാജ്യത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നവരുമായി മാറി. വെള്ളിയും പൊന്നൊന്നുമില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് സ്വർഗീയമായ സൗഖ്യങ്ങൾ പ്രദാനം ചെയ്യുവാൻ ആത്മനൽബരങ്ങളുള്ളവരായി മാറുകയാണ്. ശ്രീകന്മാരുടെ നിഴലടിക്കുമ്പോൾ സൗഖ്യം വരുന്നു. അവരുടെ വസ്ത്രത്തിന് തൊങ്ങൽ തൊടുവാൻ ആളുകൾ കൂടുന്നു. യേശു പരസ്യ ശുശ്രൂഷാകാലത്ത് ചെയ്ത അത്ഭുതങ്ങളെക്കാൾ ഒരുപാട് വലിയ അത്ഭുതങ്ങൾ അവർ ചെയ്തു. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ചെയ്തതിലും അപ്പുറമായി നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ ചിന്ത തന്നെയായിരുന്നു. അതുകൊണ്ട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാതെ ഒരു വേർപാടിന്റെ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണമെങ്കിൽ നാം ശക്തരായി മാറണം. ഉയരത്തിൽ നിന്ന് ശക്തി കിട്ടിയവരായി മാറണം. ഹല്ലേലൂയ. യോശുവ ഭയപ്പെട്ടിരുന്നപ്പോൾ യോശുവയോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചു കൊള്ളുക. മോശയോട് കൂടി ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. യോശുവായ്ക്ക് ദൈവം ശക്തി കൊടുത്തു. ആ ശക്തിയിൽ അവൻ യെരിഹോ കോട്ട തകർത്തിടുവാൻ ബലമേകി. യോർദാൻ കടന്നു പോകുവാൻ അവന് ബലമേകി. യുദ്ധങ്ങൾ ജയിച്ച് ഇസ്രായേൽ ജനത്തിന് വലിയൊരു രക്ഷയും അനുഗ്രഹത്തിന്റെ പാത ഒരുക്കി കൊടുക്കുവാനും അവന് സാധ്യമായത് ശക്തി കൊണ്ടാണ്. ദൈവത്തിന്റെ വിളി തിരിച്ചറിഞ്ഞ മോശ ഭയത്തോടെ നിന്നു. ഭയത്തോടെ നിന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ഞാനൊരു ബലഹീനനാണ്, എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? ദൈവം അവനോട് പറഞ്ഞ പ്രകാരം അവൻ വടിയിട്ട് താഴെയിട്ട് അത് വീണ്ടും എടുക്കുമ്പോൾ ചെയ്ത അത്ഭുതത്തിന്റെ വെളിച്ചത്തില് അവൻ ശക്തിയുള്ളവനായി മാറുകയാണ്. അവന് മിസ്രൈമിലേക്ക് പോകുവാനും ഫറവോന്റെ മുമ്പിൽ നിൽക്കാനും സാത്താനെതിരെ സംസാരിക്കുവാനും ദൈവത്തിന്റെ ശക്തി അവനിൽ വ്യാപരിക്കുകയായിരുന്നു. ദൈവം കൊടുത്ത അധികാരത്തിന്റെ വടി എപ്പോഴും അവൻ കയ്യിലേന്തിയിരുന്നു. ആ വടി അവന് ബലമായിരുന്നു. അവനെ ദൈവം തൊട്ടടയാളമായിരുന്നു. ആ വടി ദൈവമേൽപ്പിച്ച അടയാളം ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവമക്കളെ, നാം ഓർക്കുക, നിരാശയോടും സങ്കടത്തോടും ഭാരത്തോടും കൂടെ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ഒരു അടയാളം, ഒരു അത്ഭുതം, ദൈവം കൂടിയിരിക്കുന്നത് മോശയുടെ കയ്യിൽ വടി കൊടുത്തതിന് തുല്യമാണ്. പരസ്യമായി ഞാൻ എന്റെ കയ്യിൽ വടി പിടിക്കേണ്ട കാര്യമില്ല. ദൈവം എന്നെ നടത്തിയ വിധങ്ങളാണ് എന്നെ ബലപ്പെടുത്തുന്ന വടി എന്ന് ഓർക്കുക. ദൈവം എന്നെ പരിപാലിക്കുന്ന പരിപാലനയാണ് ഞാൻ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ വടി എന്ന് ഓർക്കുക. ജീവിതത്തില് മുന്നോട്ട് പോകാൻ ബലമതാണ്. അതുകൊണ്ട് സാക്ഷ്യങ്ങളും സാക്ഷ്യവചനങ്ങളും അനുഭവങ്ങളും എന്റെ ജീവിതത്തിന് ശക്തി പകരുകയാണ്, ജീവൻ പകരുകയാണ്, വെളിച്ചം പകരുകയാണ്, ആത്മാവിനെ പകരുകയാണ്, ആത്മശക്തി പകരുകയാണ്, ദൈവകൃപ ഇറങ്ങുകയാണ്, ദൈവിക ആനന്ദം വ്യാപരിച്ച് വ്യാപരിച്ച് വ്യാപരിച്ചിറങ്ങുകയാണ്. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം, യേശുവിന് ആരാധന എന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയ ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശക്തനാകുമ്പോൾ നമുക്ക് ലോകത്തെ ജയിക്കുവാനായിട്ട് കഴിയും. നമുക്ക് ശക്തിയില്ല എങ്കിലോ പ്രിയപ്പെട്ടവരെ, ലോകത്തിനടിമയായി ലോകത്തെ സ്നേഹിച്ച് ഒരു ക്രൈസ്തവ ജീവിതമില്ലാതെ, ഒരു വേർപാടിന്റെ ജീവിതമില്ലാതെ, ഒരു വിശുദ്ധിയില്ലാതെ, വിശുദ്ധി വഴി ദൈവത്തെ കാണാൻ പറ്റാതെ ഒരു അന്ധകാരത്തിന്റെ മൂർത്തിയുടെ അടിമയായി ഈ ലോകത്ത് ജീവിച്ച് തിന്നും കുടിച്ചും അങ്ങനെ മരിച്ച് നിരാശയോടും വേദനയോടും കൂടെ ആയിത്തീരുന്ന നിമിഷങ്ങൾ വന്നു ചേരുകയാണ്. എന്നാലോ ദൈവമക്കളെ, ഞാൻ നിങ്ങളും ഇന്ന് ആഗ്രഹിക്കുകയാണ്, എന്റെ കർത്താവേ, എനിക്ക് നിന്റെ ശക്തി വേണം. എന്നോടൊപ്പം പറഞ്ഞ, കർത്താവേ, എനിക്ക് നിന്റെ ശക്തി വേണം. എന്തിനാണ് ശക്തി? മോശയെ പോലെ ബലപ്പെടുവാൻ, ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ, ശ്ലീഹന്മാർ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ, എനിക്ക് ഈ ലോകത്ത് ജയജീവിതം നയിക്കുവാൻ, യേശുവിന്റെ സാക്ഷിയായി മാറുവാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, പാപത്തോട് യാത്ര പറയുവാൻ, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ഒരു വിശുദ്ധനായി മാറുവാൻ, ഒരു ദൈവകൃപയിൽ വളരുവാൻ. ദൈവമേ, നീ എനിക്ക് ശക്തി തരണമേ. എന്റെ ജീവിതത്തിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം
എല്ലാം എല്ലാം എല്ലാം എടുത്തു മാറ്റി ഞാൻ ഒരു അനുഗ്രഹമായി മാറുവാൻ, ഞാൻ ഒരു വിശുദ്ധനായി മാറുവാൻ, ഞാൻ ഒരു കൃപയുടെ വലിപ്പത്തിലായി മാറുവാൻ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്ത് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ദൈവമേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പറഞ്ഞില്ല ഒരു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി വരുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടുകയാണ്. നോക്കിക്കേ, അടുത്ത കാര്യം, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും. ഹല്ലേലൂയ. ഇതല്ലേ യോശുവയോട് പറഞ്ഞത്? നീ രാവും പകലും ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ചു കൊള്ളുക. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ പരിശുദ്ധ കൂട്ടായ്മയിൽ ദൈവം നിങ്ങളെ ചേർത്ത് പിടിച്ചത് എന്തിനാണെന്നറിയാമോ? ദൈവവചനത്തിന്റെ ഭാഗമാകുവാൻ. ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ, വചനം വായിക്കുന്നവർ, വചനത്തിന് വില കൊടുക്കുന്നവർ, വചനത്തെ ഹൃദയത്തിൽ എടുക്കുന്നവർ, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നവർ ഒരു നാളും തകർന്നു പോകുന്നില്ല. ഹല്ലേലൂയ. വചനം നിങ്ങളിൽ വസിക്കണം. വചനം പറഞ്ഞു, ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കണം. ഹല്ലേലൂയ. മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകൾക്ക് ഫലം കായ്ക്കാൻ കഴിയും. മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ എങ്ങനെ വസിക്കാൻ കഴിയും? ആ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിനോട് ചേരാൻ കഴിയുന്നത് എന്റെ ഉള്ളില് ദൈവത്തിന്റെ വചനം വരുമ്പോഴാണ്. വചനം ക്രിസ്തുവാണ്. വചനം എന്റെ ഉള്ളിൽ നിറയുമ്പോൾ, വചനം എന്റെ ഉള്ളിൽ വ്യാപരിക്കപ്പെടുമ്പോൾ, വചനം എന്റെ ഉള്ളിൽ അത്ഭുതമാകുമ്പോൾ, വചനം എന്നെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, വചനം എനിക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുമ്പോൾ, വചനം എനിക്ക് വേദപുസ്തകം കാണിച്ചു തരുമ്പോൾ, വചനം എനിക്ക് അനുഗ്രഹത്തിന്റെ വഴി തുറന്നു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം എന്നിൽ ക്രിയ ചെയ്യുമ്പോൾ ഞാൻ ഒരത്ഭുതമായി മാറുകയാണ്. യേശുവിന്റെ നാമം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കൂ. കൂടുതൽ ദൈവവചനത്തെ സ്നേഹിക്കുക, ദൈവവചനത്തിന് വേണ്ടി കൊതിക്കുക, വചനം കിട്ടാൻ വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായി ചോദിക്കുക. കർത്താവേ, നീ എനിക്ക് വചനം തരണം. എന്റെ ഉള്ളില് വചനം വസിക്കണം, എന്റെ ഉള്ളില് തിരുവചനം വസിക്കണം. ഹല്ലേലൂയ. നീ വസിച്ചാൽ ഞാൻ അനുഗ്രഹമാണ്. യേശു കയറിയ ഭവനങ്ങളും യേശു കയറിയ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. തിരുവചനത്തെ സ്നേഹിക്കുകയും വചനം വായിക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർ ദൈവപ്രീതി സമ്പാദിക്കുന്നു, ദൈവപ്രസാദം സമ്പാദിക്കുന്നു, ദൈവാത്മാവ് അവരിൽ നിറയുന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അവർ നടക്കുന്നു. അവർ വേർപാടുള്ളവരായി മാറുകയാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാൻ അവർക്ക് ഇടവരുകയില്ല. ലോകത്തിൽ ഉള്ളതിനേക്കാൾ വലിയ സന്തോഷം അവരുടെ ഉള്ളില് ദൈവം കൊടുത്തു. അത് യേശു പറഞ്ഞതാണ്. ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞ സമാധാനം ഈ വഴിയിലൂടെ മാത്രമേ നമ്മിൽ വന്നു ചേരുന്നുള്ളൂ. അതുകൊണ്ട് വചനം വസിക്കുന്ന ജീവിതങ്ങൾ ലോകത്തൊരിടത്തും കിട്ടാത്ത സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയുന്നത് കൊണ്ട് ആ നിറവും ആ ചിന്തയും അവരിൽ സാക്ഷ്യം ഉയർത്തുന്നു, തീരുമാനങ്ങൾ ഉയർത്തുന്നു, ഡെഡിക്കേറ്റഡായി വളരെ മനോഹരമായി നിൽപ്പാൻ അവർക്ക് ശക്തി കൊടുക്കുന്നു. അവിടെയാണ് സ്നേഹ പറഞ്ഞത്, ഞാൻ എന്റെ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് നോക്കി വിരുദ്ധനായി ഓടുന്നു. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യത, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം, അത് ഞാൻ ലക്ഷ്യമിട്ട് ഓടുന്നു. വിശുദ്ധരും ദൈവകൃപ പ്രാപിച്ചവരും പറഞ്ഞു, ഞങ്ങൾ ഇവിടെ അന്യരും പരദേശികളുമായി ജീവിക്കുന്നു, ഞങ്ങളുടെ പൗരത്വം ഇവിടെയല്ല സ്വർഗത്തിലാണ്. ഇപ്രകാരം പറയുവാൻ അവർക്ക് സിദ്ധി ലഭിച്ചത് ദൈവമക്കളെ അവരുടെ ഉള്ളില് ദൈവത്തിന്റെ വചനം വസിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ ബലപ്പെട്ടത് കൊണ്ടാണ്, ശക്തി പ്രാപിച്ചത് കൊണ്ടാണ്. അവരിൽ ആ ലോക സമാധാനത്തെക്കാൾ വലിയ സമാധാനം നിറഞ്ഞു വന്നതുകൊണ്ടാണ്, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നിറഞ്ഞു വന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവചനം കേൾക്കാനിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം കൊതിയുണ്ടെങ്കിൽ ഇന്ന് യേശുവിനോട് പറ, കർത്താവേ, നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ നീ എഴുതണമേ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ അവർക്കൊരു പുതിയ ഹൃദയം കൊടുക്കും, ആ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ എന്റെ വചനം എഴുതും. പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൂടെ? എന്റെ കർത്താവേ, നീ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ എഴുതണമേ. ഹല്ലേലൂയ. നീ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ എഴുതണമേ. നീ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ എഴുതണമേ.
നീ നിന്റെ വചനത്തെ എന്റെ ഹൃദയ താളുകളില് മാംസളഭിത്തിയിൽ എഴുതണമേ. ഹല്ലേലൂയ. ഞാൻ അഭിഷേകം പ്രാപിച്ചവനായി മാറണമേ. അപ്പൊ വചനം നമ്മുടെ ജീവിതത്തിൽ വസിച്ചാൽ നാം ശക്തരായി മാറും. ഈ ലോകത്തെ ഉപേക്ഷിക്കുവാൻ, നമുക്ക് യേശുവിനോട് ചേർന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വരുവാൻ അത് നമ്മെ അനുഗ്രഹിക്കുകയാണ്, ഇടവരുത്തുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, നിങ്ങളിൽ ദൈവവചനം നിങ്ങൾ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, ദുഷ്ടൻ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഓരോ മനുഷ്യരെയും ആക്രമിക്കുവാൻ സാത്താനുണ്ട്. ആ സാത്താനെ ജയിക്കാൻ ആദ്യത്തെ 2 കാര്യങ്ങൾ വരുമ്പോൾ സംഭവിക്കുകയാണ്. ഒന്ന്, നീ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ശക്തി നേടുമ്പോൾ. 2, ദൈവവചനം നിങ്ങൾ വസിക്കുമ്പോൾ നിന്റെ ചുറ്റും ദുഷ്ടൻ തകർന്നു വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളൊക്കെ കണ്ടേക്കാം. എന്നാൽ നീ വചനം കൊണ്ട് നിറയുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് ആ ദുഷ്ടന്റെ ശക്തി വിട്ടുമാറും. ഒരുപാട് പേര് പ്രാർത്ഥനാ വിഷയവുമായി വരുന്നു, ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ യേശുവിൻ്റെ മകനാകാൻ ആഗ്രഹിക്കുക. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നം ദുഷ്ടന്റെ കയ്യാൽ വന്നതാണെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ദുഷ്ടന്റെ കയ്യാൽ വന്നതാണെങ്കിൽ, യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നതിലൂടെ, വചനത്തെ സ്നേഹിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടനെ ജയിക്കുവാൻ നിങ്ങൾക്ക് കൃപ ലഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടനെ ജയിക്കുവാൻ കൃപ ലഭിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ഈ കൃപ ലഭിക്കും. ദുഷ്ടനെ ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവരാജ്യത്തിന് മഹത്വം കിട്ടുന്നു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തില് ആദമിനെയും ഹവ്വായെയും ചതിച്ച ആ സർപ്പം ഇന്ന് പിശാചിന്റെ രൂപമെടുത്ത് ഒരുപാട് മേഖലകളിൽ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് ചുറ്റും ഇങ്ങനെ നടക്കുന്ന ആ വലിയ സാഹചര്യത്തില്, ആ വലിയ വേളയില് ദൈവമക്കളെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയില് നിങ്ങൾക്ക് ആ ദുഷ്ടനെ ജയിക്കുവാൻ, അവന്റെ കയ്യിൽ നിന്ന് ജയിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുകയാണ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, എനിക്കൊരു വിശുദ്ധനാകണമെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു ദൈവ പൈതലായി മാറാൻ തന്റെ ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദുഷ്ടനെ ജയിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുകയാണ്. ദുഷ്ടനെ യേശു ജയിച്ചിരിക്കുന്നു, തലയെ തകർത്തിരിക്കുന്നു. ഹല്ലേലൂയ. പിശാചിന്റെ സൈന്യം തോറ്റോടിയതാണ്. ഞാൻ യേശുവിൽ ബലപ്പെട്ട് ആ ദുഷ്ടനെ ജയിച്ച് ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാതെ ഒരു വേർപാടിന്റെ, വിശുദ്ധിയുടെ, അനുഗ്രഹത്തിന്റെ ജീവിതം ജീവിക്കും. അപ്പോൾ ആളുകൾ ചോദിക്കും, ലോകത്തുള്ളതെല്ലാം വിടണമെന്നാണോ? അങ്ങനെ യേശു പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഒരു വേർപാടിന്റെ ജീവിതത്തോടെ, വിശുദ്ധിയോടെ, യേശുവിനോട് ചേർന്ന് ഈ ലോക കാര്യങ്ങൾ ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കാൻ, ദൈവിക അഴകോടും ദൈവിക സൗന്ദര്യത്തോടും കൂടെ പൂർത്തീകരിക്കുവാൻ ഇടവരുകയാണ്. ഒത്യുന്നതനായ ദൈവത്തിന് നമുക്ക് കാദീശ് പാടാം, ദൈവത്തെ നമുക്ക് മഹത്വീകരിക്കാം, കർത്താവിനെ നമുക്ക് സ്തുതി കരേറ്റാം. ഇങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ നീ അനുഗ്രഹിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ നീ കഴുകണമേ. ഞങ്ങളുടെ ശരീരത്തിലുള്ള അശുദ്ധി നീ മാറ്റിത്തരണമേ. ഞങ്ങളുടെ പാപം ക്ഷമിച്ചു തരണമേ. ഞങ്ങളുടെ രോഗം സൗഖ്യമാക്കി തരണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ നിന്നൊരു വേർപാട് നൽകണമേ. ഒരു വിശുദ്ധ ജീവിതം നൽകണമേ. അങ്ങയുടെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ രൂപാന്തരപ്പെടണമേ. അങ്ങയുടെ മക്കളായി ഞങ്ങൾ ജീവിക്കാൻ സംഗതിയാകണമേ. വചനം ഞങ്ങളിൽ വസിക്കണമേ. സാത്താൻ അടിമയാകാൻ നീ അനുവദിക്കരുത്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുവിന്റെ സഭയുടെ അനുഗ്രഹീത മക്കളായി, വിശുദ്ധരായി, കൃപയുള്ളവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ ഇടവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ഞങ്ങളെ അനുഗ്രഹിച്ചു നന്ദി പറയുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളെയും ദൈവം തൊടുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ഞങ്ങളെ അനുഗ്രഹിച്ചത് നന്ദി, കൊടാനുകോടി നന്ദി. ഈ സമയം
നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസ്ഥനെ പ്രയാസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ 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 യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു വചനം കൊണ്ട് നിറയുവാൻ അഭിഷേകം പ്രാപിക്കുവാൻ ബലം പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഞങ്ങളോട് മനസ്സലിവ് കാട്ടണമേ. യേശുവേ ഞങ്ങളോട് മനസ്സലിവ് കാട്ടണമേ. യേശുവേ നീ ഞങ്ങളെ സ്പർശിക്കണമേ. നെയിം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു. നീ ശുശ്രൂഷ നടത്തുന്ന കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ 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 യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവിൽ സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ, നിങ്ങൾ ഏത് വർഷമാണോ ഏത് കാലമാണോ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്, ആ സമയത്ത് ദൈവം നിങ്ങളെ തൊട്ടു അനുഗ്രഹിക്കും വിധം ഈ ശുശ്രൂഷ ക്രമീകൃതമാകുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും വൈകുന്നേരമുള്ള നമ്മുടെ പ്രാർത്ഥനയില്, യൂട്യൂബിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ യോഗത്തില് കുടുംബമായി പങ്കുചേരാനും ഒരു അനുഗ്രഹീത ജീവിതം നയിപ്പാനും ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.